മാംഗല്യം. സാധനങ്ങളെല്ലാം വാങ്ങി ബില്ല് പേ ചെയ്ത് തിരികെ കാറിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് ജാൻവിയും ജഗനും. ജാൻവിയാണെങ്കിൽ അത്യധികം ഉത്സാഹത്തിലാണ്. മറ്റൊന്നും കൊണ്ടല്ല, അവൾ ഈ വക കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ജീവിതത്തിന്റെ കൂടുതൽ സമയവും ഹോസ്റ്റലിൽ തന്നെ തള്ളി നീക്കിയ അവൾക്ക് ഇതൊക്കെ വളരെ സന്തോഷം പകർന്നു നൽകുന്ന അനുഭവങ്ങളായിരുന്നു. അന്നേരം തന്നെ അവരെ പിന്തുടർന്നുകൊണ്ട് നയോമിയുടെ കണ്ണുകൾ പാർക്കിംഗ് വരെ എത്തി. നോക്ക് ജഗൻ, ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ജാൻവി വല്ലാത്തൊരു സന്തോഷത്തോടെ ജഗനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കത് മനസ്സിലായി. സാധനങ്ങൾ വാങ്ങാൻ ചെന്നിട്ട് കണ്ണു മിഴിച്ചു നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. എന്ത്? അങ്ങനെയല്ല, താൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന്. ജഗന്റെ മുഖത്ത് പടർന്ന ചിരിയിലേക്ക് നോക്കി നിന്നുപോയി നയോമി. ആദ്യമായിട്ടായിരുന്നു ഇത്രയും സന്തോഷത്തിൽ ജഗനെ കാണുന്നത്. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം പല പല സ്ഥലങ്ങളിലായി പല പല സാഹചര്യങ്ങളിൽ കണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും തന്നോട് ഇത്രയും സന്തോഷത്തോടെ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് അവൻ ഇടപഴകിയിട്ടില്ല. താമസിയാതെ തന്നെ നയോമിയുടെ കണ്ണുകൾ ജാൻവിയിലേക്ക് നീണ്ടു. ജാൻവിയുടെ മുഖത്തെ ചിരിയും സന്തോഷവും അധികനാൾ നീണ്ടു നിൽക്കില്ല. നിന്റെയൊന്നും ഈ ചിരിയും സന്തോഷവും. എനിക്കറിയാം എന്താണ് വേണ്ടതെന്ന്. അതീവ ദേഷ്യത്തോടെ മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് നയോമി അവളുടെ കാറ് കിടക്കുന്നിടത്തേക്ക് പോയി. അവളുടെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. അതേസമയം ജഗനും ജാൻവിയും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചുമാണ് ഫ്ളാറ്റിലേക്ക് എത്തിയത്. വാങ്ങിച്ച സാധനങ്ങളെല്ലാം നേരെ കിച്ചണിലേക്ക് കൊണ്ടുവന്നു വെച്ച് ജഗൻ ഒരു കോഫി ഉണ്ടാക്കി. ജാൻവിയാണെങ്കിൽ ആ സമയം ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് മാറി കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ജഗൻ കോഫിയുമായി നേരെ അവൾക്ക് അടുത്തേക്ക് വരുന്നത്. പുറത്ത് ചാറ്റൽ മഴ അപ്പോഴേക്കും ശക്തി പ്രാപിച്ചിരുന്നു. അവർ രണ്ടാളും ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. ബാൽക്കണിയുടെ റെയിലിങ്ങിൽ പിടിച്ച് പുറത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി. ചൂട് കാപ്പിയും കുടിച്ചങ്ങനെ നിൽക്കുകയാണ് അവരിരുവരും. പുറത്ത് വെയിലിന് നിറം മങ്ങി. പകരം നേരിയ തോതിൽ ഇരുട്ട് പടരുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അത്. കായലും കായലിലൂടെ അങ്ങിങ്ങായി തെന്നി നീങ്ങിപ്പോകുന്ന ബോട്ടുകളും ചെറുവള്ളങ്ങളും. താൻ ഏതോ സ്വപ്ന ലോകത്താണെന്ന് ജാൻവിക്ക് തോന്നിപ്പോയി ആ നിമിഷം. ജാൻവി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പുറത്തേക്ക് നോക്കി നിന്ന ജഗൻ റെയിലിങ്ങിൽ ചാരി ജാൻവിക്ക് അഭിമുഖമായി നിന്നു. എന്താ ജഗൻ? മഴയിലേക്ക് തന്നെ നോട്ടം അയച്ചുകൊണ്ട് ജാൻവി കാര്യം തിരക്കി. അല്ല, അന്നൊരിക്കൽ കോവിലകത്ത് വെച്ച് താൻ എന്നോടെന്തോ പറയാനായി വന്നില്ലേ? ഓർക്കുന്നില്ലേ? അന്നല്ലേ മുത്തശ്ശൻ തിരിച്ചു വിളിച്ചപ്പോ നമ്മൾ കോവിലകത്തേക്ക് തന്നെ തിരികെ കയറിപ്പോയത്? എന്തായിരുന്നു അത്? പെട്ടെന്ന് ജഗൻ ചോദിച്ചപ്പോഴാണ് ജാൻവിയും അതേപ്പറ്റി ആലോചിച്ചത്. ഓ, അതോ? അതെ. എന്തായിരുന്നു കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല ജഗൻ. പിന്നെ? ഏയ്, ഒന്നുമില്ല. പറയടോ. ആ തിരക്കിൽ ഞാൻ പിന്നത് വിട്ടുപോയി. എന്തായിരുന്നു കാര്യം? അവൻ വളരെ കാര്യമായിട്ട് അവളോട് ചോദിച്ചു. ജാൻവിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഒരു വിഷമം. പഴയ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം പോലെ. ജാൻവി, എടോ. ജഗൻ അവളുടെ തോളി തട്ടി. അവളുടെ നിറഞ്ഞ മിഴികൾ കണ്ടതും അവന്റെ നെറ്റി ചുളിഞ്ഞു. എന്താടോ? എന്തിനാ താനിങ്ങനെ വിഷമിക്കുന്നേ? കാര്യങ്ങൾ പറയൂ ജാൻവി. ജഗന് എന്നെക്കുറിച്ച് എന്തറിയാം? അവൾ ചോദിച്ചതും അവന്റെ മിഴികൾ കുറുകി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺമുമ്പിൽ നിൽക്കുന്ന അവളെക്കുറിച്ച് അധികം ഒന്നും തനിക്കറിയില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലായത് താൻ വിചാരിച്ചു വെച്ചതുപോലെ ഒന്നുമല്ല ഇവളെന്നാണ്. അഹങ്കാരിയാണെന്ന് ഓർത്തിരുന്നു. എന്നാൽ പാവം ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായത് അപ്പച്ചിയുടെ കള്ളത്തരം പൊളിഞ്ഞപ്പോഴായിരുന്നു. അവളുടെ നിസ്സഹായ അവസ്ഥ. പക്ഷെ അതിനപ്പുറം കൂടുതലായിട്ട് തനിക്കൊന്നും അറിയില്ല. ജഗൻ കാര്യമായിട്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി. ജാൻവി ഒരു ചിരിയോടെ അവനെ നോക്കി കണ്ണു ചിമ്മി. സത്യം പറഞ്ഞാൽ ജഗന് തോന്നിയിട്ടില്ലേ ഞാനൊരു അഹങ്കാരിയാണെന്ന്? അഹങ്കാരിയും തന്നിഷ്ടക്കാരിയും തന്റെടിയും ഒക്കെയാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ജഗന്റെ അമ്മയോട് എതിർത്ത് സംസാരിച്ചപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും. ശരിയല്ലേ? ജഗൻ ശരിയാണ് എന്ന അർത്ഥത്തിൽ തലകുലുക്കി. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ? ഒരിക്കലും ഒരിക്കലും ജഗന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ജാൻവി ഉണ്ടായിരുന്നു. ജീവിതത്തിന്റെ നല്ല സമയങ്ങളിലെല്ലാം മാതാപിതാക്കളാൽ അകറ്റി നിർത്തപ്പെട്ട് ഹോസ്റ്റലിൽ ജീവിച്ച് മറ്റു കുട്ടികളുടെയൊക്കെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അങ്ങനെയൊന്നും ഓർമ്മയിൽ പോലും ഇല്ലാത്ത, വാഷ്റൂമിൽ പോണോന്ന് പറഞ്ഞ് അവർക്കിടയിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരു ജാൻവി ഉണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ അതൊക്കെ വലിയ വിഷമായിരുന്നു. പക്ഷേ പയ്യെ പയ്യെ ഞാനും
അതിനോട് പൊരുത്തപ്പെട്ടു. ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എന്തിനാണ് അമ്മയ്ക്കും അച്ഛനും എന്നോട് ഇത്രയും തീർത്താ തീരാത്ത ദേഷ്യമെന്ന്. പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന പ്രായം എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവർക്കിടയിലേക്ക് അവർ പോലും ക്ഷണിക്കാതെ എത്തിയ ഒരു അതിഥിയായിരുന്നു ഞാനെന്ന്. അന്നെന്നെ ഇല്ലാതാക്കാനൊക്കെ അവർ ഒരുപാട് നോക്കിയതാണ്. പിന്നെ അച്ഛന്റെ അമ്മ, അച്ഛമ്മ സമ്മതിച്ചില്ല അതിന്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു. പക്ഷെ അച്ഛനും അമ്മയും ഒരിക്കലും എന്റെ കാര്യങ്ങളൊന്നും നോക്കാതിരുന്നിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് ആവശ്യമായ പണമൊക്കെ അവരെപ്പോഴും തരും. ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. എന്നാൽ എന്റെ അച്ഛന്റെ അമ്മയുടെയും സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു എനിക്ക്. അതാരും കണ്ടില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം കാണാതെ പോയി. അച്ഛനും അമ്മയും കൂടുതലും വിദേശത്തായിരുന്നു. അന്നു മുതൽ ഞാൻ അച്ചമ്മയ്ക്കും അച്ചച്ചനും ഒപ്പമായിരുന്നു. പിന്നെ പതിയെ പതിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനോട് ഞാനും പൊരുത്തപ്പെട്ടു. പിന്നെ പിന്നെ എനിക്ക് വീട്ടിലേക്ക് പോകുന്നത് ഇഷ്ടമില്ലാണ്ടായി. ഹോസ്റ്റൽ ലൈഫ് എന്റെ ജീവിതത്തിനൊരു ഭാഗമായി മാറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം നിന്നിട്ടുള്ളൂ. അതാണെങ്കിൽ വല്ലാത്ത ട്രാജഡി. എനിക്കാണെങ്കിൽ ഓർക്കാൻ കൂടി ഇഷ്ടമില്ലാത്ത കുറച്ച് ദിവസങ്ങളാണ് അതൊക്കെ. ഒഴുക്കോടെ പറഞ്ഞു പോവാണ് ജാൻവി. പക്ഷെ ജഗനവളെ ശ്രദ്ധയോടെ കേട്ടു നിന്നു. ഒരിക്കൽ പോലും അവളുടെ വാക്കുകൾ ഇടറുകയോ ശബ്ദത്തിൽ ഒരു വിങ്ങൽ കലരുകയോ ചെയ്തിട്ടില്ല. അതോടെ അവന് മനസ്സിലായി അവൾ ഇതൊക്കെയായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന്. മാണിക്യമംഗലം കോവിലകത്ത് മുത്തശ്ശിയുടെ പിറന്നാളിന് ആദ്യമായി ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ആ സ്ഥലം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ജീവിക്കുന്നതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ചുറ്റുപാടായിരുന്നത്. സ്നേഹമുള്ള വീട്ടുകാരും നല്ല ആളുകളും ഒക്കെ ഒത്തുചേർന്ന് എന്തോ അവിടെ ജീവിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു. അറിയോ? പെട്ടെന്ന് ജാൻവി അത് ചോദിച്ചപ്പോ ജഗൻ അവളെ മൂക്ക് ഉയർത്തി നോക്കി. സത്യം ജഗൻ, പാർവതി ആന്റിയും ചെറിയമ്മയും മുത്തശ്ശിയും ഒക്കെ എന്ത് സ്നേഹമായിരുന്നു എന്നോട്. പക്ഷെ കാര്യത്തോടടുത്തപ്പോഴല്ലേ എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലായത്. ജാൻവി ഒരു ചിരിയോടെ പറഞ്ഞപ്പോ ജഗൻ പ്രത്യേകിച്ച് ഒരു മറുപടിയും ഇല്ലാതെ ആർത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ടുകൂടിയാണ് എന്തോ പറയാൻ തുടങ്ങിയിട്ട് പിന്നെ ജാൻവി അത് വേണ്ടെന്ന് വെച്ചു. കയ്യിലിരുന്ന ചൂട് കോപ്പിയിൽ നിന്നും ഒരിറക്ക് കുടിച്ചുകൊണ്ട് അവളും മഴയിലേക്ക് തന്നെ നോക്കി. ജഗൻ അവളോട് ഇനിയും എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ ചോദിച്ചു തുടങ്ങണമെന്നറിയാതെ അവൻ നിൽക്കുകയാണ്. അത് അവൾക്കും മനസ്സിലായി. ജഗൻ എന്നെ കണ്ടപ്പോ എന്ത് തോന്നി? തന്നെ ഞാൻ പലപ്പോഴും പല രീതിയിലാണ് കണ്ടിട്ടുള്ളത്. താൻ ഒരു അന്യൻ മോഡലായിരുന്നു. കൂളായിട്ട് കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു നെരിപ്പോടെ എരിയുകയാണെന്ന് ജഗന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതും. ജാൻവി പറഞ്ഞ പോലെ ആദ്യമായി കണ്ടപ്പോൾ ഞാൻ കരുതി താനൊരു അഹങ്കാരിയാണെന്ന്. പിന്നീട് വിവാഹത്തിന്റെ സമയത്ത് എല്ലാവർക്കും മുൻപിൽ വല്ലാതെ നിസ്സഹായതയോടെ നിന്നപ്പോ ഓർത്തു താൻ തീർത്തും പാവമാണെന്ന്. പിന്നെ എന്റെ അമ്മയോടൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോ ഞാൻ തന്നെ കരുതി താൻ അത്യാവശ്യം തന്റേടിയാണെന്ന്. പക്ഷെ ഇതൊന്നുമല്ല ജാൻവി, ഇതെല്ലാം കൂടി ചേർന്ന ഒരാളാണ്. ജഗനത് പറഞ്ഞപ്പോ അവൾ ചിരിയോടെ അവനെ നോക്കി. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് എല്ലാരോടും ഇത്രയും ദേഷ്യത്തോടെയും തന്റെ അടുത്തോടെയും ഒക്കെ പെരുമാറുന്ന ജാൻവി എന്തുകൊണ്ടാണ് മോഹൻ ബുക്സ് തന്നപ്പോ തന്റെ കയ്യിൽ പിടിച്ചിട്ടൊരു വാക്കുപോലും എതിർത്ത് മിണ്ടാതെ നിസ്സഹായായി അകത്തേക്ക് ഓടിപ്പോയത്? എന്തേ ജഗനിത് ചോദിച്ചില്ലെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാന്. ആക്ച്വലി മോഹൻ വർഷങ്ങളായി ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറാണ്. എന്നുവെച്ചാ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അത്രത്തോളം വിശ്വാസമുള്ളയാൾ. മുമ്പ് പലപ്പോഴും ഞാൻ എന്നുവെച്ചാ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടിൽ വെക്കേഷന് വരുമ്പോഴൊക്കെ മോഹന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള പ്രവൃത്തി ഉണ്ടാവാറുണ്ട്. അറിയാതിന്റെ കയ്യിൽ പിടിക്കും, വൃത്തികെട്ട നോട്ടം നോക്കും, അങ്ങനെയൊക്കെ. അന്നൊക്കെ ഞാൻ അമ്മയോടും അച്ഛനോടും ഇത് പറയുന്നതിനു മുൻപ് തന്നെ മോഹൻ എന്നെ മോശക്കാരിയാക്കി എന്തേലും ചെന്ന് അവരോട് പറയും. പിന്നെ ഞാൻ മോഹന്റെ കുറ്റം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവരെന്നെ വഴക്കു പറയാൻ തുടങ്ങും. എന്തോ ജനിച്ചപ്പോ മുതൽ അവർക്കെന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാവും. ഒരിക്കൽ പോലും എന്റെ വാക്ക് അവർ വിശ്വസിച്ചിട്ടില്ല. പിന്നെ പിന്നെ മോഹനെക്കുറിച്ച് ഞാനൊന്നും പറയാതെയായി. ഒടുക്കം മോഹനും അത് സൗകര്യമായതുപോലെയായി. പിന്നെ ഞാൻ മാക്സിമം മോഹനെ കാണാനും മോഹനൊപ്പം പോകാനുമുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി വിട്ടു. അങ്ങനെ ഇരിക്കെയാണ് ഞാനന്ന് മാണിക്യമംഗലത്ത് വന്ന കാര്യം അമ്മ അറിയുന്നത്.
അതോടെ എന്റെ ഹോസ്റ്റൽ വാസം അവസാനിച്ചു. അമ്മ എന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. പിന്നെ സ്ഥിരം യാത്രയൊക്കെ മോഹനൊപ്പമായി. അന്ന് അയാൾ എന്നോട് മോശമായി പെരുമാറി. ഞാനത് വീട്ടിൽ പറഞ്ഞു. അത് വലിയ പ്രശ്നമായി. അവർക്ക് എന്നേക്കാളും വിശ്വാസം മോഹനെയാണ്. പിന്നെ ഞാൻ എന്തിനാണ് അവരോട് പറഞ്ഞ് തർക്കിക്കാൻ പോകുന്നത്? ആരുമില്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പ്രതികരിക്കാറുണ്ട്. ഇനി ഇങ്ങനെ എന്തേലും കാണിച്ചാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി. ഒരു നെടുവീർപ്പോടെ അവൾ പറയുകയാണ്. അന്ന് വരെ അനുഭവിച്ച സങ്കടവും ദേഷ്യവും അമർഷവും എല്ലാം ഒന്നൊന്നായി അവൾ പറഞ്ഞു. ആർത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൾ താൻ കരഞ്ഞു പോകരുത് എന്ന് മാത്രമായിരുന്നു മനസ്സിനോട് മന്ത്രിച്ചത്. ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോ അവൾക്ക് കിട്ടിയ ആശ്വാസം അത് വാക്കുകൾക്ക് അതീതമായിരുന്നു. ജഗൻ അവൾക്കടുത്തേക്ക് ചേർന്നു വന്നതുപോലും ജാൻവി അറിഞ്ഞില്ല. വലത് കയ്യിലിരുന്ന കോഫി മഗ് ഇടം കൈയിലേക്ക് പിടിച്ചുകൊണ്ട് വലം കൈ അവളുടെ തോളിലൂടെ ചേർത്ത് പിടിച്ച ജഗൻ. പെട്ടെന്നുള്ള ജഗന്റെ ആ പെരുമാറ്റം ജാൻവി ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി. അവളുടെ കണ്ണുകൾ നനഞ്ഞു പോയിരുന്നു. അതുവരെ ധൈര്യത്തോടെ നിന്നെങ്കിൽ പോലും അവന്റെ ആ ചേർത്ത് പിടിക്കലിൽ അവൾ വിതുമ്പി. ജഗൻ ഒരൽപ്പം കൂടി അവളുടെ ചുമലിൽ അമർത്തി. ഇനി നിനക്ക് ഞാനുണ്ടെന്ന് പറയാതെ പറയും പോലെ. എന്തുകൊണ്ട് ആ നിമിഷം അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേരാൻ അവൾക്കും കൊതി തോന്നി. അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ ജഗൻ ഇരു കൈകളും വിടർത്തി. ഒരു പൊട്ടിക്കരച്ചിലോടെ ജാനി ആ നെഞ്ചിലേക്ക് വീണു. ആർത്തു പെയ്യുന്ന ആ മഴത്തുള്ളികൾ പോലെ അവളും അവന്റെ നെഞ്ചിൽ ഒരു മഴ പോലെ പെയ്തിറങ്ങി. അവന്റെ കൈകൾ മെല്ലെ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. കരയാതെ പെണ്ണെ, ഇതെത്ര നേരായി, അവൻ പറയുകയാണ്. എന്നാൽ അവൾക്ക് തന്റെ സങ്കടം തീരുന്നുണ്ടായിരുന്നില്ല. എടാ പോട്ടടാ, മതി കരഞ്ഞത്. അവൻ വീണ്ടും അവളെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. ജാൻവി വിതുമ്പലടക്കാൻ പാടുപെട്ടുകൊണ്ട് എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട്. എല്ലാം അവൾ അനുഭവിച്ച വേദനകൾ മാത്രമാണ്. ഈ ജഗന്നാഥൻ കൂടെയുള്ളപ്പോ ജാനൂട്ടിക്ക് എന്താണ് ഇത്ര സങ്കടം? അവൻ ചോദിച്ചു തീർന്നതും അവൾ അവനെ ഇറുക്കി പുണർന്നു പോയി. ഓ, ഇവളിന്ന് എന്നെ പിടിച്ച് ഞെക്കി പൊട്ടിക്കും. ടീ, ഇങ്ങനെ പിടിക്കാതെ, ജഗൻ പറഞ്ഞെങ്കിലും ജാനി അകന്നു മാറാതെ കാറ്റുപോലും കടക്കാത്തത്രയും അടുത്തായി അവനെ പുണർന്നുകൊണ്ട് അങ്ങനെ നിന്നു. കണ്ടാൽ കടിച്ചു കീറാൻ നിന്നിരുന്ന രണ്ടുപേർ എത്ര പെട്ടെന്നാണ് പരസ്പരം മനസ്സിലാക്കി ഒന്നായി ചേർന്നത്. ജഗന്റെയും ജാനിയുടെയും മനസ്സിലെ ചിന്ത ആ സമയത്ത് ഇതായിരുന്നു. അതെ, ഞാൻ തിരിച്ച് ഇതുപോലൊരു പിടുത്തം പിടിച്ച എന്റെ ജാനുട്ടിക്ക് താങ്ങാനാവില്ല കേട്ടോ. കാതിൽ അവന്റെ ശ്വാസം തട്ടിയതും ജാനി അകന്നു. ഇങ്ങനെ നിന്നാ മതിയോ? എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അവൾക്ക് താൻ പറഞ്ഞതിൽ മറ്റൊന്നും തോന്നാണ്ടിരിക്കാൻ ജഗൻ ചോദിച്ചു. ആഹാരം കഴിച്ചിട്ട് വേണ്ടേ കിടക്കാൻ? നാളെ തനിക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ? ഏറെ നേരമായിരുന്നു അവർ ആ നിൽപ്പ് തുടങ്ങിയിട്ട്. ജാൻവി അകന്നു മാറി. പിന്നെ പെട്ടെന്ന് അവനെ ഫേസ് ചെയ്യാതെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും ജഗൻ അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി. എവിടേക്കായി ഓടിപ്പോകുന്നേ? അപ്പോഴും ജാൻവിയുടെ മിഴികളിൽ കണ്ണീർ തന്നെയായിരുന്നു. ഇനി കരഞ്ഞെങ്കിൽ നിന്റെ ചന്തിക്കിട്ട് നല്ല അടിവെച്ച് തരും, പറഞ്ഞില്ലെന്നു വേണ്ട. അവൻ കണ്ണുരുട്ടി. അത് കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു ചിരി. ജഗൻ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ഇട്ടിരിക്കുന്ന ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് താടിക്ക് കൈയും കൊടുത്ത് ജഗനെ തന്നെ നോക്കിയിരിക്കുവാണ് ജാനി. പെട്ടെന്ന് ഒരു വേള അവന്റെ നോട്ടം അവളിലേക്ക് നീണ്ടതും പുരികമുയർത്തി കാര്യം എന്താണെന്ന അർത്ഥത്തിൽ അവൻ ചോദിച്ചപ്പോൾ അവൾ ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ചു. ജഗന് കുക്കിംഗ് അറിയാല്ലേ? എഴുന്നേറ്റ് അവന്റെ അരികിൽ വന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഇന്നെന്താ ഉണ്ടാക്കുന്നത്? ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ജഗന്റെ മുഖത്തൊരു ചിരി വന്നെങ്കിലും അവനത് കടിച്ചു പിടിച്ചു നിന്നു. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അയ്യോ, എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. അതിനെന്താ, പഠിക്കാലോ. ശരിക്കും ജാനിക്കൊരു തരം ഉത്സാഹം തോന്നി. പിന്നല്ലാതെ, ജഗൻ ഈ കുക്കിംഗ് ഒക്കെ എപ്പോഴാ പഠിച്ചത്? കോവിലകത്ത് വെച്ച് ജഗൻ ഇതൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. മിണ്ടി തുടങ്ങിയാൽ പെണ്ണു പിന്നെ നിർത്തില്ല, അതവൻ അറിയുകയും ചെയ്യാം. തുരാ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. എന്തോ കുറച്ചു നേരം കൊണ്ട് ജഗനും ജാനിയും ആ സംസാരവും ജഗനും ജാനിയുടെ ആ സംസാരവും അവളുടെ രീതികളുമൊക്കെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന് കോവിലകത്ത് എനിക്ക് കുക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ.
അവിടെ എപ്പോഴും അമ്മമാരുണ്ടാവും. പിന്നെ സഹായത്തിന് 2 ചേച്ചിമാരുണ്ട്. അവരെല്ലാരും കുക്ക് ചെയ്യില്ലേ? ഓ, അങ്ങനെ. അപ്പൊ ജഗൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിങ്ങനെ നിൽക്കാറുണ്ടോ? എവിടെ? അല്ല, ഈ ഫ്ലാറ്റിൽ. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് നിൽക്കാറൊന്നുമില്ല. ആക്ച്വലി ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിയത് 6 മാസം മുമ്പോ മറ്റോ ആണ്. അതിനുശേഷം ഒരിക്കൽ പോലും ഞാനിവിടെ നിന്നിട്ടില്ല. ഇടയ്ക്ക് പലപ്പോഴും വരും. എന്തെങ്കിലും ഡിസ്കഷൻസോ മറ്റോ ആയിട്ട് വന്ന് സംസാരിച്ചു പോകും. അതല്ലാതെ ഞാനിവിടെ ഒരു രാത്രി പോലും കിടന്നിട്ടില്ല. ഇവിടെ ഒരിക്കലും കുക്ക് ചെയ്തില്ല. ഇന്നലെ അതൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ജഗൻ പറഞ്ഞതും വിശ്വാസം വരാത്ത പോലെ ജാൻവി അവനെ നോക്കി. ശരിക്കും? പക്ഷെ കൊള്ളാം. ഈ അപ്പാർട്ട്മെന്റ് എനിക്കിഷ്ടായി. നല്ല ഭംഗിയുണ്ട്. ആ ബാൽക്കണിയിൽ നിന്ന് വെറുതെ പുറത്തേക്ക് അങ്ങ് നോക്കിയാൽ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ തന്നെ നിൽക്കാം. അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ടാണ് ജാൻവി പറയുന്നത്. അവളുടെ ഓരോ ചേഷ്ടകളിലേക്കും കണ്ണെടുക്കാതെ നോക്കി നിന്ന് ജഗൻ. മതി പറഞ്ഞത്, ഫുഡ് കഴിച്ച് കിടക്കണ്ടേ? അവളോട് സംസാരിച്ച് സംസാരിച്ച് ജഗനും അവന്റെ ഗൗരവമൊക്കെ വിട്ടുമാറി അവളെപ്പോലെ ഒരാളായി മാറിയതുപോലെ. തൽക്കാലം നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാം. താൻ ഈ സവാളയുടെയൊക്കെ തോല് കളിഞ്ഞത് കട്ട് ചെയ്യ്. അപ്പോഴേക്കും ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴിക്കാം. അത് വേണ്ട. സവാള സവാള ജഗൻ അരിഞ്ഞോളൂ. ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴിച്ചോളാം. അതിന് തനിക്കറിയാമോ ചപ്പാത്തിക്ക് മാവ് കുഴിക്കാൻ? പിന്നല്ലാതെ. വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് ജാൻവി നിൽക്കുന്നത്. അവസാനം ജഗനും ഒരു പാത്രത്തിലേക്ക് മാവ് തട്ടിയിട്ട് അല്പം ഉപ്പും എണ്ണയും ഒഴിച്ച് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഒപ്പം ഒരു ഗ്ലാസ് വെള്ളവും. അവിടെ ഇരുന്ന് കുഴിച്ചു. ഞാൻ അപ്പോഴേക്കും ഉള്ളി അരിഞ്ഞോളാം. അതും പറഞ്ഞുകൊണ്ട് ജഗൻ സവാള എടുക്കാൻ തുടങ്ങിയ അതേ സമയം തന്നെയാണ് അവനൊരു ഫോൺ കോൾ വന്നത്. പെട്ടെന്ന് ജഗൻ അതെല്ലാം കട്ടിംഗ് ബോർഡിലേക്ക് തന്നെ വെച്ചുകൊണ്ട് നേരെ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ജാൻവിയാണെങ്കിൽ കാര്യമായിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന തിരക്കിലാണ്. സത്യം പറഞ്ഞാൽ ഇതേപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും ജഗനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തിക്ക് മാവ് കുഴിക്കാന്ന് പറഞ്ഞത് തന്നെ. ആദ്യം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മാവ് കയ്യിൽ ഒട്ടാൻ തുടങ്ങിയപ്പോൾ അറിയാതെ കയ്യിലിരുന്ന ഗ്ലാസ്സിൽ നിന്ന് കുറച്ചു വെള്ളം അതിലേക്ക് ഒഴിച്ചു. അതോടുകൂടി മാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എല്ലാം കൂടി ചേർത്തിളക്കിയപ്പോ മാവ് കയ്യിൽ കൂടി ഒഴുകി പോകുന്നു. ജാൻവി പെട്ടെന്ന് വാതിൽക്കലേക്ക് എത്തി നോക്കിയതും ജഗൻ അവിടേക്ക് വന്നതും അതേ സമയം തന്നെ. എന്തായി, കുഴിച്ചു കഴിഞ്ഞോ? ജഗൻ ചോദിച്ചതും ജാൻവി അവനെ നോക്കി. ചിരിക്കണോ വേണ്ടയോ എന്നേ അർത്ഥത്തിൽ നിന്നു. എന്തു പറ്റിയടോ? അവളുടെ മുഖം കണ്ടതും അവൻ എന്തോ പന്തികേട് തോന്നി. അത് പിന്നെ, ചപ്പാത്തിക്ക് പകരം ദോശയായ കുഴപ്പമുണ്ടോ? പെട്ടെന്ന് ജാൻവി അത് ചോദിച്ചതും ജഗൻ അവളുടെ കയ്യിലിരുന്ന പാത്രത്തിലേക്ക് ഒന്ന് തലയെത്തിച്ചു നോക്കി. ആഹാ, കൊള്ളാലോ. തന്റെ കോൺഫിഡൻസ് കണ്ടപ്പോ ഞാൻ കരുതി തനിക്കിതൊക്കെ ഇത്തിരിയെങ്കിലും വശം ഉണ്ടാകുന്നു. ജഗനത് പറഞ്ഞപ്പോ ജാൻവി അവനെ നോക്കി ചമ്മിയൊരു ചിരി ചിരിച്ചു. ഞാൻ ജഗനെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം, ഐ എം ഇംപ്രസ്ഡ്. ജഗനത് പറഞ്ഞതും അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. ഇനിയിപ്പോ ഇതെന്ത് ചെയ്യും? ജാൻവി വെപ്രാളത്തോടെ ജഗന്റെ മുഖത്തേക്ക് നോക്കി. തൽക്കാലം താനൊന്നും ചെയ്യണ്ട. വെറുതെ അവിടെ ഒന്ന് ഇരിക്കാമോ? അവൻ അടുക്കളയുടെ കോർണറിൽ കിടന്ന് കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ജാൻവി തല കുലുക്കിക്കൊണ്ട് അവിടേക്ക് പോയിരുന്നു. വളരെ പെട്ടെന്നാണ് ജഗൻ ഓരോ ജോലികളും ചെയ്തു തീർക്കുന്നത്. ജാൻവി വെള്ളം പോലെ കുഴിച്ചു വെച്ച മാവ് കുറച്ചെടുത്ത് അതിലേക്ക് ഇത്തിരി പൊടിയുമിട്ട് അവൻ ചപ്പാത്തിക്ക് കുഴിക്കുന്ന പരുവത്തിലാക്കി. ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ജഗൻ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ജാനി ഇരുന്നിടത്തു നിന്ന് ചോദിച്ചതും ജഗൻ അവളെ നോക്കി കൈ തൊഴുതു. ഒരു ഹെൽപ്പും വേണ്ട. താൻ അവിടെ വെറുതെ ഇരുന്നാൽ മാത്രം മതി. അല്പം മുമ്പ് അവൾ കുഴിച്ചു വെച്ച മാവിന്റെ അവസ്ഥയോർത്താണ് അവൻ പറഞ്ഞത്. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ പാത്രം കഴുകാം. ആ, എങ്കിൽ പിന്നെ അത് ചെയ്യാം. പറഞ്ഞുകൊണ്ട് അവൾ സിങ്കിലേക്ക് വന്ന് അവിടെ കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ജഗന്റെ ഫോൺ പിന്നെയും റിങ് ചെയ്തു. എടോ, ദാ ഈ ഇരിക്കുന്ന പച്ചമുളക് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് താനെ കറിയിലേക്ക് ഇടുമോ? എപ്പോഴും എപ്പോഴും ഇതാരായി വിളിക്കുന്നേ? ജഗന്റെ ഫോൺ പിന്നെയും റിങ് ചെയ്തതും ജാൻവി ഒട്ടൊരു ദേഷ്യത്തോടെ അവനെ നോക്കി. ഹലോ മാഡം, ഞാനേ കുറച്ച് തിരക്കൊക്കെയുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കോൾസൊക്കെ വന്നെന്നിരിക്കും. പെട്ടെന്ന് ജഗനത് പറഞ്ഞതും ജാൻവി അവനെ നോക്കി പല്ലും മുഴുവൻ കാട്ടിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. താൻ എന്തായാലും ഈ മുളക് കട്ട് ചെയ്ത് കറിയിലേക്ക് ഇട്ടുകൊടുക്ക്. വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അവളുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അതെടുത്തു പറഞ്ഞു. ശേഷം മുറിയിലിരിക്കുന്ന ഫോണിന്റെ അടുത്തേക്ക് പോയി.
പാട്ടും പാടി കത്തിയൊക്കെ കയ്യിലേക്കെടുത്ത് മുളക് കട്ട് ചെയ്തത് മാത്രമേ ജാൻവിക്ക് ഓർമ്മയുള്ളൂ. ജഗൻ നിന്ന് അവൾ പെട്ടെന്ന് അലറും പോലെ വിളിച്ചു. ഫോൺ സംസാരിച്ചുകൊണ്ടിരുന്ന ജഗൻ ജാൻവിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്ത് ധൃതിയിൽ അടുക്കളയ്ക്ക് വന്നു. വെപ്രാളത്തോടെ കൈ പൊതിഞ്ഞു പിടിച്ച് നിൽക്കുന്ന ജാൻവിയെയാണ് അവൻ കണ്ടത്. എന്താടോ, എന്തു പറ്റി? നോക്ക് ജഗൻ. പെട്ടെന്ന് ജാൻവി കൈ കാണിച്ചതും അവളുടെ ഇടത്തെ കൈയുടെ ചൂണ്ടുവിരലിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നതാണ് ജഗൻ കണ്ടത്. അവളുടെ മുഖമാണെങ്കിൽ വല്ലാതായിട്ടുണ്ട്. എന്റെ ദൈവമേ, തനിങ്ങ് വന്നേ. ജഗൻ പെട്ടെന്ന് അവളെയും കൊണ്ട് വാഷ് ബേസിന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കൈ അല്പം വെള്ളത്തിൽ കഴുകി. അത്യാവശ്യം നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു വിരൽ. ജാൻവി ആണെങ്കിൽ ഇപ്പൊ കരയൂന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്നു. ജഗൻ അവളുടെ മുഖത്തേക്ക് നോക്കി അലിവോടെ നോക്കി. വേദനയുണ്ടോ? ചെറുതായിട്ട്. പച്ചമുളക് കട്ട് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്? അതിന് താനെന്തിനാ വിരല് കട്ട് ചെയ്തത്? ജഗൻ ചോദിച്ചതും ജാൻവി അവനെ നോക്കി ചുണ്ടു പിളർത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്നു. ജഗൻ അപ്പോഴേക്കും അടുക്കളയിലെ ഡ്രോയിൽ നിന്നും ഒരു ബോക്സ് പുറത്തേക്കെടുത്തു. അതിൽ ബാൻഡേഡും ഡെറ്റോളും പഞ്ഞിയും ഒക്കെ ഉണ്ടായിരുന്നു. ഡെറ്റോൾ വെച്ച് അവളുടെ കയ്യിലെ മുറിവ് തുടച്ചു. ശേഷം പതിയെ മുറിവിലേക്ക് ഒരു ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു. സാരയില്ല, ഇതൊക്കെ സില്ലി മാറ്റർ, അതങ്ങ് മാറിക്കോളും. ജഗനത് പറഞ്ഞതും ജാനു അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. കട്ടിംഗ് ബോർഡിലും കത്തിയിലുമെല്ലാം രക്തമാണ്. ചെല്ല്, അവിടെ ചെന്നിരിക്കെ, ഞാനിതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. ജഗൻ പതിയെ ജാൻവിയെ കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ട് എല്ലാം കഴുകി കിച്ചണൊക്കെ വൃത്തിയാക്കി. തനിക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല. എന്നെ അർത്ഥത്തിൽ ചുമലനക്കി അവൾ. വിശക്കുന്നുണ്ടെങ്കിൽ പറയൂ, നമുക്ക് ആഹാരം കഴിക്കാം. ഇല്ല ജഗൻ, എനിക്ക് വിശപ്പില്ല. എങ്കിൽ പിന്നെ താനൊരു കാര്യം ചെയ്യ, താൻ കുറച്ചുനേരം ഇരുന്ന് എന്തെങ്കിലും പഠിച്ചോളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ദാ ഓഫീസ് റൂമിൽ കാണും. എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്. ജഗനത് പറഞ്ഞുകൊണ്ട് ജാൻവിയുടെ കവളിൽ തട്ടി. അവൾ സമ്മതപൂർവ്വം തലകുലുക്കിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു. ജഗൻ ഓഫീസ് റൂമിലേക്കും പോയി. കുറെ നേരം പഠിച്ചപ്പോൾ ജാൻവിക്ക് കണ്ണടഞ്ഞു പോകും പോലെ തോന്നി. പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൾ പതിയെ കട്ടിലേക്ക് കയറിക്കിടന്നു. ആ കിടത്തം പതിയെ ഉറക്കത്തിന് വഴിമാറി. ജഗൻ ഏറെ നേരം ഓഫീസ് റൂമിലിരുന്നു. പെട്ടെന്ന് ക്ലോക്കിലേക്ക് സമയം നോക്കിയപ്പോഴാണ് അവനും കാണുന്നത്. സമയം ഏകദേശം 9. പതിയെ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളൊക്കെ പോസ് ചെയ്ത് സിസ്റ്റം ഓഫ് ചെയ്തവൻ റൂമിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ജാൻവി സുഖമായി കിടന്നുറങ്ങുന്നതാണ്. ഇത്ര വേഗം ഉറങ്ങിയോ? അതും പറഞ്ഞുകൊണ്ട് ജഗൻ പതിയെ അവൾ കരികിലേക്കിരുന്നു. ജാൻവി, ജാൻവി എഴുന്നേക്ക്, ആഹാരം കഴിക്കണ്ടേ? ജഗൻ തട്ടി വിളിച്ചെങ്കിലും അവൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ജഗൻ അവളോട് വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോയിരുന്നോ? അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, അനുഭവിച്ച യാതനകൾ. എന്നാലും ഇങ്ങനെയുണ്ടോ പേരൻസ്? ഓ, ഇജാതി സാധനങ്ങൾ. തന്റെ പെണ്ണിനെ ഒരു നിമിഷം പോലും തന്റെ അരികിൽ നിന്ന് മാറ്റില്ല. അവൻ തീരുമാനിച്ചുറപ്പിച്ചു. ജാൻവി, എടോ, എഴുന്നേക്ക്. വീണ്ടും അവൻ വിളിച്ചപ്പോ അവളൊന്ന് കുറുകിക്കൊണ്ട് പിന്നെയും തിരിഞ്ഞു കിടന്നു. അവൾ തിരിഞ്ഞു കിടന്നപ്പോ അറിയാതെ തെന്നി നീങ്ങിപ്പോയ ടോപ്പിന്റെ ഇടയിലൂടെ അവൻ കണ്ടു അവളുടെ അരക്കെട്ടിന് മുകളിൽ ചുറ്റി വരിഞ്ഞു കിടക്കുന്ന അരഞ്ഞാണവും ഏലസും. അവളുടെ വെളുത്ത ആലില വയറിന്റെ താഴെ അതങ്ങനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നത് കാണാൻ വല്ലാത്ത ഭംഗിയുണ്ടായിരുന്നു. യാന്ത്രികമായി ജഗന്റെ അതിരം അവിടേക്ക് നീളാൻ തുടങ്ങിയതും പെട്ടെന്ന് തോന്നിയ ഉൾപ്രേരണയുടെ പുറത്ത് അവൻ കൈകൾ പിൻവലിച്ചു. അതേ സമയം തന്നെയായിരുന്നു ജാൻവി പതിയെ കണ്ണു തുറന്നത്. ജഗൻ വെപ്രാളത്തോടെ അവളുടെ മുഖത്തേക്ക് ഒരു വേള ഒന്ന് നോക്കി. തുടരും. ഇഷ്ടായെന്ന് കരുതുന്നു. രണ്ടുപേരും മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരുപാടൊന്നും എഴുതാൻ കാണില്ല കേട്ടോ. കഥ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് ആരും പറയല്ലേ.